ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് മാർക്കോ പിന്നെ ദൃശ്യം 3. രണ്ട് സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ആണ്. പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ ഞെട്ടിത്തരിക്കുക കേട്ടോ. മാർക്കോ 1, 2, 3, 4 നിൽക്കൂലെന്നാണ് കേട്ടത്. മാർക്കോ പാർട്ടുകൾ ഇങ്ങനെ വരാൻ കിടക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇന്നലെ വൻ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഉണ്ണിമൂന്നിന്റെ കരിയറുള്ള ഫസ്റ്റ് 100 കോടി സിനിമ ആ ക്ലബിലേക്ക് അത് കയറിയിട്ടുണ്ട് കേട്ടോ. 100 കോടി മാർക്കോ എത്ര ദിവസം? 17 ദിവസം കൊണ്ട്. ചില്ലറ കാര്യമാണോ? അതായത് പക്ക ഒരു സർട്ടിഫിക്കറ്റിൽ വന്ന സിനിമ. അതും ബ്രൂട്ടലായിട്ടുള്ള മാരകമായ വയലൻസ് ഉള്ളൊരു സിനിമ, ആക്ഷൻ മൂവി. പിന്നെ അതായത് ഒരു ഫാമിലി ഓഡിയൻസിൻ്റെയും ഫാമിലി രീതിയിൽ കേട്ടോ. നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞതാണ്, കണ്ടതൊക്കെ കുടുംബത്തിൽ പറഞ്ഞത് തന്നെയാണ്. അതൊന്നും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാന്നുള്ളതല്ല, ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണുമല്ലോ. അതാണ് ഈ കുടുംബവും കുട്ടികളും എല്ലാവരുമായിട്ട് പോകുന്ന ഒരു ഫാമിലി പാക്ക് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ പറ്റിയ ഒരു സിനിമ അല്ലായിരുന്നു അത്. അതെ, അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇല്ലാതെയാണ് 100 കോടി ഈ സിനിമ നേടിയിരിക്കുന്നത്. അത് ചില്ലറ കാര്യമല്ല. അതായത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിലുള്ള ആ ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ഏറ്റെടുക്കണം. എങ്കിലേ ഇതിൻ്റെ മൊത്തം പരിപാടി ശരിക്കും അവരുടെ കയ്യിലൂടെ എത്തി 100, 150 എത്തുള്ളൂ. അതൊരു സത്യമാണ്. ഇതതില്ല. സാധാരണ മലയാള സിനിമകൾക്കൊക്കെ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. ഫാമിലിയും കൂടി ഏറ്റെടുത്താലേ ആ സിനിമ വൻ വിജയമായി മാറുണ്ടായിരുന്നു. ഇത് ആ ഒരു സംഭവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് 100 കോടി സിമ്പിളായിട്ട്, അതും സർട്ടിഫിക്കറ്റ് നേടിയ ഒരു സിനിമ. അതെ. പിന്നെ ഇന്ത്യയിൽ ഏതാണ്ട് എല്ലായിടങ്ങളിലും ഓളം സൃഷ്ടിച്ചൊരു സിനിമ. അതെ. അപ്പോൾ 100 കോടി സംഭവിച്ചിരിക്കുന്നു. 6ാമത്തെ 100 കോടി കേട്ടോ മലയാളത്തിൽ നിന്ന്. എല്ലാവിധം പരിപാടി ഉണ്ട് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രി ഇപ്പൊ ഇങ്ങനെ ഒരു ഭയത്തോടെ നോക്കി കാണുന്നു മലയാള സിനിമയെ. അവർക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ 100 കോടി അല്ലെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് 1000 ഒക്കെ ഇങ്ങനെ ജോണർ നോക്കുമ്പോഴേ അതിനേക്കാൾ അപ്പുറത്താണ് മലയാളത്തിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമായ പലതരം ജോണറിൽ വ്യത്യസ്തമായ 100 കോടികൾ. അതെ, അതും എല്ലാത്തിന്റെയും ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ട് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് ഭീകര സംഭവം. അതാണല്ലോ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അതില് നമുക്ക് കേരളക്കാർക്ക് അഭിമാനിക്കാം. അതെ, എന്തായാലും മാർക്കോ 2 സിനിമ 1, 2, 3, 4 5 നിർത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഉണ്ണിമൂതൻ പറഞ്ഞിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ ആള് പറഞ്ഞതാണ് 5 നിർത്തുന്നത് ശരീരത്തിന്റെ അവസ്ഥ നോക്കിയിട്ടാണെന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ 5 നിർത്തൂല, അതിലും പിന്നെ പോകും. ഈ മറ്റേ ഇതൊക്കെ വരുന്ന പോലെ, റാംബോയൊക്കെ വരുന്ന പോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ആള് ചെയ്യണല്ലോ. അതെ, ഇതിന് ഡ്യൂപ്പിടാൻ പറ്റില്ല. കാരണം ആള് ചെയ്യുന്ന അത്ര പ്രൊഫഷനാണ്, ഡ്യൂപ്പിന് എന്താ ചെയ്യാനില്ല, ഒരിക്കലും പറ്റില്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്തായാലും ചെയ്ത് നിർബന്ധമാണ്. അപ്പം ശരീരം കൊണ്ട് പറ്റുന്ന സമയം വരെ ഇത് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ആൾറെഡി ഇവര് മാർക്കോ 2 എന്തായാലും സംഭവിക്കും എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഫാദേനി തന്നെ ഇത് അനൗൺസ് ചെയ്തതാണ്. വലിയ സംഭവമായിട്ട്, അതെ, വലിയ സിനിമയായിട്ടായിരിക്കും വരുന്നതെന്നാണ്. ഇതിനെക്കാട്ടിലും ഭീകരമായിരിക്കും. അതെ, എന്തായാലും ആള് പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കാണാം. ഓക്കെ, പിന്നെ ദൃശ്യം 3 കുറിച്ച് പറയാനുണ്ട്, ആരും പോകരുത്. നിക്കവിടെ. ഓക്കെ, ഇനി എന്താണ് മാർക്കോയെ കാണാൻ പറ്റുന്ന അടുത്ത ഭാഗം? മാർക്കോ 2 ഉണ്ടാവും, മാർക്കോ 3 ഉണ്ടാവും. എന്റെ മനസ്സ് പറയുന്നത് മാർക്കോ 4 വരെ നമ്മൾ പോകും. ബാക്കി നമ്മുടെ ആരോഗ്യം പോലെ. അടിപൊളിയാവട്ടെ ലൈഫ്. താങ്ക് യു സോ മച്ച് ഉണ്ണി. നൈസ്. അല്ലേ, നമ്മൾ തള്ളിയതാന്ന് പറയല്ലേ. അതാണ് ഏതാണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ തീർച്ചയായിട്ടും എല്ലാ ഓഡിയൻസും കേൾക്കണമെന്നില്ല. അത് വേറെ സത്യം. ഇത് തുടങ്ങി തള്ളു തുടങ്ങി എന്ന് പറയും. അത് എന്തായാലും പറയും. പിന്നെ ഇത് വീഡിയോ കാണിച്ചാലും പറയും അവന്മാരുടെ തള്ളും കൊണ്ട് വന്നിട്ടില്ലല്ലോ, വരട്ടെ അപ്പൊ നോക്കാം. അതാണ്, അത് സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ വലിയൊരു ഏക്കുന്നില്ല അങ്ങോട്ട്. എന്തായാലും ഇനി ദൃശ്യം 3 കുറിച്ച് പറയാം. എന്തായാലും ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3 സംഭവിക്കുമെന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ലാലേട്ടനാണ് കൺഫേം ചെയ്തത്. അതെ, അത് ശരി, സാരല്ല, നടന്നോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ദൃശ്യം 3 സംഭവിക്കുമെന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞതാണ്. അതെ, അതിനുശേഷം നമ്മുടെ ജിത്തു ജോസഫ് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് ഇറങ്ങാതെ നോക്കി നിന്നതായിരുന്നു ആള്. പക്ഷെ പിടിച്ച് പിടുത്തം കൊടുക്കാതെ നടക്കുമായിരുന്നു. പിടുത്തം കിട്ടിയിരുന്നില്ല. പുറത്ത് വെളിച്ചം കണ്ടു, അപ്പൊ പിടിച്ച്. ആര് കുറച്ച് ടീം ഉണ്ടല്ലോ, അവര് ചോദിച്ചു ദൃശ്യം 3
എന്ന് സംഭവിക്കും, എന്തൊക്കെയായി അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ, പിന്നെ അതിൻ്റെ തീമിനെ കുറിച്ചൊക്കെ ചോദിക്കും. എന്തായാലും അതിനെക്കുറിച്ച് നമ്മുടെ ജിത്തു ജോസഫ് പറയുന്നത് വിചിത്രമായൊരു സംഭവം. അതായത് ലാലേട്ടൻ പറഞ്ഞ കാര്യമല്ല, തിരിച്ച് മറ്റൊരു കാര്യമാണ് പറയുന്നത്. ആന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുക, ഇപ്പൊ പറയും എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോ ഇപ്പൊ പറയൂല. അതാണ് അവസ്ഥ. അതായത് ആൾ പറഞ്ഞിരിക്കുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞത് ഇത് സംഭവിക്കാം, അതായത് അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നു, പക്ഷേ ഇത് സംഭവിക്കാനുള്ള സാധനം കയ്യിലായിട്ടില്ല. അതാണ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ ദൃശ്യം ഫസ്റ്റില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ദൃശ്യം 2 ചെയ്യാൻ. അപ്പോൾ അന്നൊന്നും മനസ്സിൽ അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ആഗ്രഹം വന്നു, തീരുമാനമെടുത്തു ഇത് ദൃശ്യം 2 ചെയ്യണം എന്നുള്ളത്. ആ ദൃശ്യം 2 ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ദൃശ്യം 3 നിൽക്കുന്നത്. അതായത് അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളൂ. പക്ഷെ അന്ന് കൊടുത്തതിന് അന്ന് ദൃശ്യം 2 കൊടുത്തതിനെക്കാട്ടിലും എഫേർട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സംഭവത്തിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു കണ്ടന്റ് കിട്ടണം. അതാണ്, അത് കിട്ടിയിട്ട് വേണം അത് വർക്ക് ചെയ്യാൻ. അപ്പോൾ അതാണ് ആള് പറയുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ഇതിന്റെ ഇടയ്ക്ക് മറ്റു റൂമറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടന്റ് റെഡി ആണെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് തന്നെ പറയുന്നു കണ്ടന്റോ ഇല്ല, റെഡി അല്ല, ഒന്നുമില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നു. അതെ, വെറുതെ ഹൈപ്പ് കയറ്റാതിരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ചർച്ച കൂടുതൽ പോകാതിരിക്കാൻ മനഃപൂർവ്വം പിടിച്ചു വെക്കുന്നല്ല. ഇത് കേട്ടാൽ അറിയാലോ ഓരോരുത്തരും പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും കാണാം. എഴുതിയിട്ടില്ല. അപ്പൊ അത് യാഥാർത്ഥ്യം ഞാൻ പറയാം, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സംഭവം കിട്ടിയാൽ ഞാൻ ചെയ്യും. ഉണ്ടാവില്ല, അത് സക്സസ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു. ഉണ്ടാവില്ല എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, അതാണ് യാഥാർത്ഥ്യം. ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. അതൊരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്തത് സംഭവിച്ചു. ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സെക്കൻഡ് കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നു. എനിക്ക് അറിയില്ല കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു തോട്ടുമില്ല. എനിക്ക് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ദയവായിട്ട് നല്ല ഐഡിയ കിട്ടിയാൽ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് അറിയിക്കും. ഞാൻ ഇങ്ങനെ പറയുന്നത് വളരെ സീരിയസ് ആണ്, സീരിയസ് ആയിട്ട് തന്നെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഒരു തമാശക്ക് പറയുന്ന സംഭവങ്ങളൊന്നുമല്ല. എന്താണെങ്കിലും പ്രതീക്ഷിക്കും വകയുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, എന്നാ ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതാണ്, സ്ക്രിപ്റ്റ് ആയിട്ടില്ല. എന്തിന് അതിന്റെ ചെറിയൊരു ആശയം കിട്ടാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതുപോലും ഇല്ല. എന്താണെങ്കിലും കാത്തിരിക്കാം, നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച്. എന്താണെങ്കിലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.